ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ശീതകാല സമ്മേളനത്തിൽ തന്നെ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബില്ല് തിങ്കളാഴ്ച അവതരിപ്പിച്ചേക്കും. ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചു. രാജ്യത്തിൻ്റെ ഫെഡറൽ അന്തസ്സത്തയ്ക്കെതിരായ ആക്രമണമാണിതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി നൽകിയ റിപ്പോർട്ട് കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു. പിന്നാലെയാണ് ബിൽ ശീതകാല സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാനുള്ള കേന്ദ്ര നീക്കം. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 129 ഭേദഗതി ബിൽ ആർട്ടിക്കിൾ 82, 83, 172, 327 പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ എന്നിവയും അവതരിപ്പിച്ചേക്കും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെങ്കിൽ ഭരണഘടനയിലും മറ്റ് ചട്ടങ്ങളിലും 18ഓളം ഭേദഗതികൾ വേണമെന്നാണ് സമിതിയുടെ റിപ്പോർട്ട്. ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനാണ് സാധ്യത. ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങളെ ഹനിക്കുന്നതാണ് ബില്ലെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫെഡറൽ അന്തസ്സത്തയ്ക്ക് എതിരെയുള്ള വലിയൊരു ആക്രമണമാണ്. ഞങ്ങൾ പണ്ടും പറഞ്ഞിരുന്നു, അതായത് യൂണിഫോമിറ്റി അല്ല ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ ശക്തി എന്നുള്ളത്. വൈവിധ്യങ്ങളിലാണ് ഇന്ത്യ ജീവിക്കുന്നത്. ഒരു രാജ്യം, ഒരു പ്രത്യയശാസ്ത്രം, ഒരു നേതാവ്, ഒരു ഭാഷ, ഒരു മതം എന്നൊക്കെയുള്ളത് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ മുദ്രാവാക്യമാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ 2034 നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ബില്ല് പാസാക്കിയാലും 4 വർഷം തയ്യാറെടുപ്പിന് വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചിരുന്നു. നിയമത്തിന്റെ ആദ്യ വിജ്ഞാപനം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. പിന്നാലെ 2034 നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് BJPയുടെ നീക്കം. ബിൽ രാജ്യത്ത് കേന്ദ്രീകൃത സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിന് കാരണമാകുമെന്നും CPI പോളിറ്റ് ബ്യൂറോ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.